ആ പുരുഷോത്തമൻ വിചാരിച്ചിട്ട് ഇന്നലെ ഒന്നും നടന്നില്ല. ആരാധ്യ ആദരെ മാത്രമല്ല, അഖിലയും അപ്പ അവിടെ ഉണ്ടായിരുന്നു. ഒന്നാന്തര അവസര കയ്യിന്ന് പോയത്. ഇത്രയും വലിയൊരു ആന മണ്ടരെയാണല്ലോ ഈ പണി ഏൽപ്പിച്ചത്. നിന്റെ ദേഷ്യം കണ്ടാ തോന്നും ഞാനാണ് പുരുഷോത്തമനെ ഏർപ്പാടാക്കിയെന്ന്. അവന്റെ പ്രേതപ്പേടി കേട്ടപ്പോഴേ ഇതൊരു കോമഡി പീസാവുമെന്ന് എനിക്ക് തോന്നിയതാ. സുമേഷിന് ഇങ്ങനെ വാചം അടിക്കാനല്ലേ പറ്റൂ. ഇക്കാര്യത്തില് സുമേഷ് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ ന്യായമൊന്നും ഇങ്ങോട്ട് പറയണ്ട. നീ അങ്ങനെ എന്നെ ഇടിച്ച് താഴ്ത്തേയൊന്നും വേണ്ട. ഈ കാര്യത്തില് ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. എന്ത് നടക്കുന്നു? ദാ നോക്ക്. ഈ വരുന്നത് എന്റെ ടീമാണ്. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ സാർ? ഇല്ല, വന്നത് കൃത്യസമയത്ത് തന്നെയാ. ഇവരിപ്പോ തന്നെ പൊന്മുടിയിലേക്ക് പോവുക. ഇവര് പൊന്നമ്പളിയുടെ ഹോം സ്റ്റേയിൽ എത്തുന്നു. ഇപ്പൊ തന്നെ പുരുഷോത്തമനെ വിളിച്ച് പറയണം. 3 എണ്ണത്തിനെയും ഇവര് പൊക്കിക്കോളും. പുരുഷോത്തമൻ എന്നൊരു ആസ്ഥാന മണ്ടന ഞങ്ങൾ ഈ കൊട്ടേഷൻ ആദ്യം കൊടുത്തത്. അവനാണെങ്കിൽ പെണ്ണുങ്ങളെ കണ്ട ആക്രാന്തം കാണിക്കുന്ന ഒരു വൃത്തിയിട്ടവനും. നിങ്ങളും അതുപോലെ ആവരുത്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്യണം. പെണ്ണു കേസിൽ ഞങ്ങൾ ഡീസന്റ് ആണ് മാഡം. നമ്മുടെ മുന്നിൽ ഒട്ടും സമയമില്ല. നിങ്ങൾ 2 പേരും എത്രയും പെട്ടെന്ന് പൊന്മുടിയിൽ എത്തണം. അവര് 3 പെൺകുട്ടികളുണ്ട്. 3നെയും മയക്കിയോ ബലം പ്രയോഗിച്ചോ സീ പോർട്ടിൽ എത്തിക്കണം. ബാക്കി ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഓർത്ത് സാറ് പേടിക്കണ്ട. എല്ലാം വേണ്ട പോലെ ഞങ്ങൾ ചെയ്തോളാം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. ശരി സാറേ. ഇവന്മാർക്ക് മസിൽ മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെ ഇല്ലല്ലോ സുമേഷ്. അല്ല, ഈ ഗുണ്ടകളെല്ലാം എന്താ ഇത്ര മണ്ടന്മാരായി പോയത്? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ വേറെ എന്തെങ്കിലും മാന്യമായ പണി ചെയ്ത് ജീവിക്കില്ലായിരുന്നോ? മണ്ണിന്റെ പൂച്ചയായാലും മരത്തിന്റെ പൂച്ചയായാലും എലിയെ പിടിക്കണം. അതാ നമുക്ക് വേണ്ടത്. ഈ പൂച്ചകൾ എലിയെ പിടിക്കുക തന്നെ ചെയ്യും. നീ നോക്കിക്കോ. അപ്പച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാതെ പഴയതുപോലെ പഞ്ചരത്നത്തിൽ സ്ഥിരമായിട്ട് താമസിച്ചൂടെ? അത് വേണ്ട മോളെ. നിങ്ങൾക്കിപ്പോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച കിട്ടുന്നുണ്ടല്ലോ, അത് മതി. എന്തായാലും ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ഫുൾ ടൈം ഉണ്ടാവും. നിന്റെ ജന്മദിനം ആഘോഷിക്കാൻ കലാവധി എടുത്ത തീരുമാനമുണ്ടല്ലോ, അത് നന്നായെന്ന് ഞാൻ പറയും. ഞാനിത് മുന്നേ നിന്നോട് പറഞ്ഞിട്ടുള്ളേ. ശ്യാമളയല്ലേ? അതെ. ആരാ? നിനക്കെന്നെ മനസ്സിലായില്ലേ ശ്യാമളെ? നിന്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച രമണിയാടി. അയ്യോടി രമണി, എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോടി. നിന്റെ മക്കളൊക്കെ? ഒരാളേ ഉള്ളൂ, അവനിപ്പോ ബാംഗ്ലൂരിലാ ജോലി. നമ്മുടെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചവരെല്ലാം ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ആണോ? ആ. ഇവിടെ ഞാനും അപ്പച്ചിയും കൂടി ഇത്തിരി സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ. എന്തായാലും വഴിയിൽ വെച്ച് അച്ഛനെ കണ്ടപ്പോ ഒന്ന് സംസാരിക്കാൻ തോന്നിയില്ലോ മോൾക്ക്? അച്ഛന് ഒരുപാട് സന്തോഷമായി മോളെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.